വെൽക്കം ബാക്ക് ടു കാലിച്ചായയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മദ്രാസി AR മുരുകദോസ് ഡയറക്ഷൻ, SK ശിവകാർത്തികേയൻ നായകനായി വന്ന മദ്രാസി. എന്തൊരു പടം ഇത്! എന്താ പറയുക, ഗജിനി, തുപ്പാക്കി, ഏഴാം അറിവ് ഇതൊക്കെ എടുത്തു വെച്ചിട്ടുള്ള AR മുരുകദോസ് എന്ന് പറയുന്ന ഡയറക്ടറുടെ ലേറ്റസ്റ്റ് പടം. ഈ സിനിമയെക്കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ മിണ്ടാതെ നിൽക്കല്ലാതെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഇതിൻ്റെ ഒരു പോക്ക് തുടക്കം മുതൽ എങ്ങോട്ടാണെന്ന് നമുക്ക് മനസ്സിലാവുകയില്ല. പിറകുന്ന ആലോചിച്ചാലും മുമ്പെന്ന് ആലോചിച്ചാലും ഈ സിനിമ എവിടേക്ക് പോയി, എന്തിനു പോയി, ആരൊക്കെ പോയി, ഒരു പിടുത്തം നമുക്ക് കിട്ടില്ല. ഒരു 2.5 മണിക്കൂർ നമ്മൾ ഇരുന്ന് മലങ്കൾട്ടായിട്ട് പോലും ആസ്വദിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ കോക്ക് പറയുന്ന പോലെ നമ്മൾ മലങ്കൾട്ടായിട്ട് ഒരുപാട് സിനിമകൾ ആസ്വദിക്കാറുണ്ട്. ഇപ്പോൾ വാറൊക്കെ അതിൻ്റെ ഇടയിൽ വന്നു, അത് നമ്മൾ മലങ്കൾട്ടായിട്ട് ആസ്വദിച്ചു. പക്ഷേ ഈ സിനിമ എന്തിനാണ് ഇങ്ങനെ ഒരു സിനിമ ഇറക്കി വിട്ടത് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇതിൻ്റെ മുമ്പ് AR മുരുകദോസ് ബോളിവുഡിൽ പോയിട്ട് സിക്കന്ദർ കാ മുക്കന്ദർ എന്ന് പറഞ്ഞൊരു നാടകം ഇറക്കി വിട്ടു. അപ്പം അതിൻ്റെ ശേഷമാണ് മദ്രാസി. ശിവകാർത്തികേയൻ കിടന്ന് കഷ്ടപ്പെടുവാണ് ഈ സിനിമേൻ്റെ അകത്ത്. പക്ഷേ എന്താ ചെയ്യുക, ഇതിൻ്റെ അകത്തല്ലേ ചെയ്യുന്നത്. ഈ ഓറ അല്ലെങ്കിൽ സ്ക്രീൻ പ്രസൻസ് എന്ന് പറയുന്ന സാധനമൊക്കെ അതൊക്കെ ഒരു സിനിമയ്ക്ക് ഒരു നായകൻ വരുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഗതി. ശിവകാർത്തികേയൻ അതില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം തൊട്ട് മുമ്പ് അമരാൻ എന്ന് പറഞ്ഞ സിനിമ അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ അദ്ദേഹത്തെ കണ്ടതാണ് ആ ഒരു പട്ടാളക്കാരനായിട്ട്, ആർമി മാനായിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ എന്ത് രസത്തിലാണ് പുള്ളി ആ റോള് ചെയ്ത് വെച്ചിട്ടുള്ളത്. പക്ഷേ ഈ സിനിമയിലേക്ക് വരുന്ന സമയത്ത് അദ്ദേഹം കഷ്ടപ്പെട്ട് അഭിനയിക്കുന്നുണ്ട്. എല്ലാ സീനിലും പുള്ളി മരിച്ച് അഭിനയിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒന്നും ഔട്ട് നമുക്ക് കാണുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നില്ല. പിന്നെ ഈ സിനിമയിൽ എടുത്തു പറയാനുള്ളത് അനിരുദ്ധിൻ്റെ മ്യൂസിക്കാണ്. അനിരുദ്ധ് റീസൈക്കിൾ ബിന്നിൽ ഇട്ട് വെച്ച സാധനങ്ങൾ ഡിലീറ്റ് ചെയ്യാണ്ട് മുരുകദോസ് വരുന്നുണ്ട്. ഓക്കെ, എന്നാൽ പിന്നെ അതങ്ങ് പുള്ളിക്ക് എടുത്ത് കൊടുത്തേക്കാം എന്നുള്ള രീതിയിൽ. പക്ഷേ ആ റീസൈക്കിൾ ബിന്ന് അനിയുടെ ആയതുകൊണ്ട് അതിൻ്റെ അകത്ത് കുറച്ച് ക്വാളിറ്റി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് മാത്രം ആണ് ഈ സിനിമയുടെ മ്യൂസിക് സൈഡ് കുറച്ച് മികച്ചു നിന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വിദ്യുത് ജമ്വാൽ അദ്ദേഹമാണ് ഇതിലെ അടുത്ത നെക്സ്റ്റ് ബിഗ് തിങ്. അദ്ദേഹത്തിന് കിട്ടിയ സാധനം നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ സ്റ്റിൽ ഈ സിനിമയുടെ അകത്തായി പോയതുകൊണ്ട് പ്രത്യേകിച്ച് ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടായില്ല. പുള്ളി ഹോളിവുഡിലൊക്കെ പോകുന്നുണ്ട്, ബോളിവുഡിലും അദ്ദേഹത്തിന് ഒരുപാട് അവസരങ്ങളുണ്ട്. അദ്ദേഹം എന്തിനാണ് ഇവിടെ വന്ന് ഇങ്ങനത്തെ ഒരു റോള് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയില്ല. പിന്നെ പറയാനുള്ളത്, നമ്മുടെ മലയാളത്തിൽ നിന്ന് ബിജു മേനോൻ ഒരു പോലീസുകാരൻ്റെ ഒരു കോപ്പിൻ്റെ റോള് ചെയ്തിട്ടുണ്ട്. അത് അദ്ദേഹം നല്ല വെടിപ്പായിട്ട് നല്ല അടിപൊളിയായിട്ട്, പുള്ളിയുടെ ഡബ്ബിങ്ങൊക്കെ എടുത്തു പറയേണ്ടതാണ്. ആ ഒരു തമിഴ് സംസാരിക്കുന്ന സമയത്തൊക്കെ ഒരു മലയാളിയാണ് അത് ചെയ്യുന്നതെന്നുള്ള യാതൊരു നമുക്ക് തോന്നാത്ത രീതിയിൽ അദ്ദേഹം നല്ല അടിപൊളിയായിട്ട്, ആ ക്യാരക്ടറും പുള്ളി നല്ല അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ പുള്ളി ആ റോള് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ പോകുന്നൊരു സിനിമ തുടക്കം മുതൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ശിവകാർത്തികേയൻ്റെ ക്യാരക്ടറിന് ചെറിയൊരു ഡെല്യൂഷൻ ഉള്ളൊരു ക്യാരക്ടറാണ്. ഭ്രാന്ത് എന്ന് പറയാൻ പറ്റില്ല, ഡെല്യൂഷനാണ്. അപ്പോൾ പുള്ളിക്ക് ഭ്രാന്താണെങ്കിൽ പുള്ളിയുടെ ചുറ്റുള്ളവർക്ക് അതിലും വലിയ ഭ്രാന്ത് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഇതിൽ പുള്ളിയുടെ നായികയായിട്ട് വരുന്ന ക്യാരക്ടറിന് എന്ത് ഭ്രാന്താണെന്നുള്ളത് സിനിമ കാണുന്ന സമയത്ത് എനിക്ക് മനസ്സിലായിട്ടില്ല. അങ്ങനെ ഒരുപാട് പേര് സിനിമയുടെ അകത്ത് വന്നു പോകുന്നുണ്ട്. എല്ലാവർക്കും എന്തോ മൊത്തത്തിൽ ഭ്രാന്താണെന്നുള്ളൊരു സാധനമാണ് എനിക്ക് തോന്നിയത്. പിന്നെ അവസാനം സിനിമ കണ്ടിറങ്ങിയപ്പോൾ എനിക്ക് തോന്നി സിനിമയ്ക്ക് അഭിനയിച്ചവർക്കോ ക്യാരക്ടേഴ്സിനുള്ള ഭ്രാന്ത്, ഇത് എഴുതിയ ആൾക്കാണ് ഭ്രാന്ത് എന്നാണ് പിന്നെ എനിക്ക് മനസ്സിലായത്. ഒരു 2.5 മണിക്കൂർ നമ്മളെ വെറുതെ ഇങ്ങനെ ഇരുത്തുക, കാശ് കൊടുത്തു പോയല്ലോ എന്നുള്ളതുകൊണ്ട് നമ്മൾ കണ്ടിരിക്കുന്നു. ഫൈറ്റ് സൈഡിലേക്ക്, ടെക്നിക്കൽ സൈഡിലേക്കൊക്കെ വരുന്ന സമയത്ത് പുള്ളി നൈസായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിലെ എക്സ്പ്ലോഷൻസ് ഒക്കെ പുള്ളി റിയൽ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളൊരു സംഗതി ഞാൻ കണ്ടു. അപ്പോൾ അതൊക്കെ നൈസായിട്ട്, പക്ഷേ അതിൻ്റെ ഒന്നും ഒരു ഇമ്പാക്റ്റ് നമുക്ക് കിട്ടുന്നില്ല. ഫൈറ്റിൻ്റെ സൈഡിലേക്കും ശിവകാർത്തികേയൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുള്ളി മരിച്ച് കഷ്ടപ്പെടുന്നുണ്ട്. പുള്ളി ഫൈറ്റിൻ്റെ സൈഡിൽ പുള്ളി അത്രയും കഷ്ടപ്പെട്ട് ഫൈറ്റ് കാര്യങ്ങളെല്ലാം പുള്ളി ചെയ്യുന്നുണ്ട്. വിദ്യുത് ജമ്വാൽ വന്നുകൊണ്ട് തന്നെ ഫൈറ്റിൻ്റെ സൈഡ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ എവിടെ എത്താത്ത ഫ്ലാറ്റ് ആയിട്ടുള്ള, എന്താ പറയുക, എവിടേക്കും പോവാത്ത ഒരു സ്ഥലത്ത് ഇങ്ങനെ വെറുതെ നിൽക്കുന്ന ഒരു സിനിമയിൽ ഇതൊന്നും ചെയ്തിട്ടൊരു കാര്യമില്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആസ് എ ഹോൾ ഈ സിനിമ എടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല, നമുക്ക് വേണമെങ്കിൽ വെറുതെ കണ്ടിരിക്കാം. ഞാൻ അങ്ങനെ ഭയങ്കര മോശം സിനിമയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ
ഒരു സിനിമാ പ്രേമിയെ സംബന്ധിച്ചിടത്തോളം, കുറച്ച് സീരിയസ് ആയിട്ട് സിനിമ കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതൊരു നിരാശ തന്നെയാണ്. അപ്പോൾ AR മുരുകദോസിൻ്റെ അടുത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതൊന്നല്ല. ഭാവിയിൽ അദ്ദേഹം നന്നായിട്ട് നല്ല സാധനങ്ങളുമായിട്ട്, നല്ല മരുന്നുകളുമായിട്ട് പുള്ളി ഇനിയും വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് റൂട്ട് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. മദ്രാസി, ബൈ.